നാഗലോകത്തെ റാണിയായിരുന്ന ചന്ദ്രസേനയെ മഹിരാവണൻ തട്ടിക്കൊണ്ടുവന്നു. അതിനെ തടഞ്ഞ ചിത്രസേനയെ മഹിരാവണൻ തന്റെ ഇംഗിതത്തിനു വഴങ്ങിയില്ലെങ്കിൽ നാഗലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവൾ മഹിരാവണന്റെ പത്നിയായി കഴിയുകയായിരുന്നു. ഹനുമാനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ അവൾ ഹനുമാന് മകരധ്വജന്റെ മരണത്തിന്റെ നിഗൂഢ രഹസ്യം പറഞ്ഞുകൊടുത്തു. അവിടെ വിശിഷ്ടമായ പഞ്ചഭൂതി വിളക്ക് എന്നറിയപ്പെടുന്ന 5 വ്യത്യസ്ത ദിശയിലിരിക്കുന്ന 5 വിളക്കുകൾ ഉണ്ട്. ഒരേ സമയം ഈ 5 വിളക്കുകളും ഉദിക്കെടുത്തിയാൽ മാത്രമേ മഹിരാവണനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഹനുമാൻ തന്റെ പഞ്ചമുഖി രൂപം സ്വീകരിച്ചു. ഹനുമാൻ ഗരുഡ, നരസിംഹ, വരാഹ, ഹയഗ്രീവ എന്നീ 5 മുഖങ്ങൾ സ്വീകരിച്ചു. ഹനുമാൻ രൂപം കിഴക്ക് ഭാഗത്തും, വരാഹ രൂപം ദക്ഷിണ ഭാഗത്തും, ഗരുഡ രൂപം പടിഞ്ഞാറ് ഭാഗത്തും, നരസിംഹ രൂപം ഉത്തരഭാഗത്തും, ഹയഗ്രീവ രൂപം മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വിളക്കിന്റെ ഭാഗത്തുമായി നിലയുറപ്പിച്ച് ഈ 5 വിളക്കുകളും ഒരേ സമയം ഉദിക്കെടുത്തി. അതിനുശേഷം മഹിരാവണന്റെ അടുത്തെത്തി ഒറ്റവെട്ടിന് തന്നെ മഹിരാവണനെ വധിക്കാൻ ഹനുമാൻ സാധിച്ചു. അങ്ങനെ രാമലക്ഷ്മണന്മാർ മായയിൽ നിന്ന് മുക്തി നേടി പുറത്തുവരികയും ചെയ്തു. പിന്നീട് കവാടത്തിൽ മകരധ്വജനെ കണ്ട രാമൻ ഹനുമാനിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കി അവനെ പാതാളലോകത്തെ രാജാവായി നിയമിച്ചു. രാമായണത്തിന്റെ ചില പതിപ്പുകളിൽ രാവണന്റെ പുത്രനാണെന്നും മറ്റു ചിലതിൽ സഹോദരനാണെന്നും വിശേഷിപ്പിക്കുന്ന കഥാപാത്രമാണ് മഹിരാവണൻ അഥവാ അഹിരാവണൻ. അഹിരാവണനും മഹിരാവണനും ഒരാളാണെന്നൊരു ഭാവവും സഹോദരങ്ങളാണെന്ന് മറ്റൊരു ഭാവവും നിലനിൽക്കുന്നുണ്ട്.